ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ലക്ഷദ്വീപിൻ്റെ ദേശീയ ഫുഡായ മാസ് വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതും കൊണ്ട് വരാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ, എൻ്റെ കേരളത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ മാസ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവരുണ്ടാക്കിയ കറി എനിക്ക് അയച്ചു തന്നു. ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഇത് നമ്മൾ മീൻ കഷ്ണമാക്കുന്ന രീതിയിൽ ഇവർ മീൻ മുറിച്ച് മാസിനെ മുറിച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കിയപ്പോൾ ഇത് കടിക്കാനും ചവയ്ക്കാനും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മാസ് വറ്റിച്ചത് ഉണ്ടാക്കാമെന്ന് ഉള്ള റെസിപ്പിയുമായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. മാസ് കനം കുറച്ച് ചത്തിയെടുത്തത്, 2 വലിയ സവാള കുനുകുനെ അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, ഫിഷ് മസാല, ഗരം മസാല, തേങ്ങാപ്പാൽ 1ഉം 2ഉം. മാസ് ഇതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്ത് വെക്കുക. അടുത്തത് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് 1 സ്പൂണ് കടുക് ഇട്ട് കറുമുറ പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുനുകുനെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള മൊത്തമായിട്ട് അതിലേക്ക് ചേർത്ത് അത് വേവാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കുക. ഇപ്പം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി അതിലേക്ക് ചേർത്തിട്ട് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് അതിൽ മൂപ്പിച്ചെടുക്കുക. ഓയിലിൽ തന്നെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറി നല്ലോണം വാടി വന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിക്ക് സവാളയ്ക്ക് കുറച്ച് കളറ് കൂടിപ്പോയി. ഞാൻ വേറെ എന്തോ കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ്. ഈ ടൈമിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് അത്രയുള്ള മുളക് പൊടിയായാലും അരച്ചതായാലും ചേർക്കുക. അതിലേക്ക് ഫിഷ് മസാല, പിന്നെ നമ്മളെടുത്ത ഗരം മസാല എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ആ ഒരു ഓയിലിൽ വാട്ടിയെടുക്കുക കേട്ടോ. ഈ ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഓയിൽ പോരാതെ വരും. ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ വെളിച്ചെണ്ണ ആയാലും പാം ഓയിലായാലും എന്ത് ഓയിലായാലും നമ്മൾ അതിലേക്ക് ഒഴിച്ച് നല്ലോണം അത് വയന്ന് വരുന്ന രീതിയിലുള്ള അത്രയും ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഒരു തക്കാളി കുനുകുനെ അരിഞ്ഞ് ചേർക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിവിടെ തക്കാളി കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഞാനിവിടെ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഓയിൽ ഒഴിച്ച് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ഒരു പൾപ്പ് രൂപത്തിൽ, ഒരു അടിപൊളി ഗ്രേവി രൂപത്തിൽ വരും. പേസ്റ്റ് പോലെ കണ്ടോ. ഈ ഒരു രൂപത്തിൽ വരുമ്പോൾ നമുക്ക് നല്ലോണം അതിൻ്റെ പച്ചമണം മാറി എന്ന് ഉറപ്പ് വരുത്തുക. ഈ പച്ചമണം മാറി വരുന്ന ആ ടൈമിൽ നമ്മൾ വെള്ളത്തിൽ കഴുകി കുതിർത്ത് വെച്ച മാസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ആ ചട്ടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മൊത്തത്തിൽ ആ മുളക് പൊടിയും പിന്നെ ഫിഷ് മസാല, ഗരം മസാല എല്ലാം കൂടിയിട്ട് ഒഴിച്ച വെള്ളം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആകുന്നത് പോലെ നമ്മൾ നല്ലോണം ഇളക്കിയെടുക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വേവ് റെഡിയായി വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടിയിട്ട് നല്ല പിന്നെ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേനും നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. നോരക്ഷ ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കാതെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ലോണം അത് വറ്റി വരുന്ന സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ രക്ഷ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ മാസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. എങ്ങനെ കഴുകി വെള്ളം കുതിർത്തി വെച്ചാലും എങ്ങനെ കഴുകിയാലും നമുക്ക് ആ മാസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് അതിനെ തിളച്ച് വരാൻ അനുവദിക്കണം. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിൽ തട്ടിയവർ പിന്നെ ഇത് വേണ്ടെന്ന് പറയില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾക്ക് ആവശ്യത്തിന് തക്കാളി ഇല്ലാത്തത് കൊണ്ട് ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്.
അപ്പോൾ ഇത് നമ്മുടെ പൊറോട്ടേൻ്റെ കൂടെ പിന്നെ ചപ്പാത്തി, നൈസ് പത്തിരി, ദോശ, ഇഡ്ഡലി, തേങ്ങാച്ചോറ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ പൊളി സാധനമാണ് കേട്ടോ. ഇങ്ങനെ കുറുകി വരുമ്പോൾ നമ്മുടെ ഇവിടെ മാസ് വരിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലി മാസ് വരിച്ചതിൻ്റെ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.